മെസ്സി കേരളത്തിലെത്തുമെന്ന മന്ത്രി അബ്ദുൾ റഹ്മാൻ. ഷെഡ്യൂൾ ഉടൻ അറിയാമെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രഖ്യാപനം വിവാദത്തിൽ. സ്പോൺസർ അവർക്ക് ആവശ്യമായ മാച്ച് ഫീ അയച്ചു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി മറ്റു തടസ്സങ്ങളൊന്നുമില്ല. മന്ത്രിയെ വിശ്വസിക്കുന്നില്ലെന്ന് മുസ്ലിം യൂത്ത് ലീഗ്. ഇപ്പോഴത്തെ പ്രഖ്യാപനം നിലമ്പൂരിലെ വോട്ടിനോ എന്ന് TP അഷ്റഫ് അലി. ഫുട്ബോൾ പ്രേമികരെ ട്രോളുകയാണോ എന്ന ഒരു സംശയമാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനകളും ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇതുമായി ബന്ധപ്പെട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. മന്ത്രിയുടെ സമൂഹ മാധ്യമ പേജിലും വിമർശനം. മെസ്സിയുടെ വരവിന് കാത്ത് ഫുട്ബോൾ ആരാധകർ. കൊല്ലം വവ്വാക്കാവിൽ കാർ പിന്തുടർന്ന് MDMA പിടികൂടി. 5 പേർ അറസ്റ്റിൽ. ലഹരി മരുന്ന് കൊണ്ടുവന്നത് ബംഗളൂരുവിൽ നിന്ന്. സിന്ധു നദീജലം പങ്കുവയ്ക്കൽ കരാറിൽ ചർച്ച തുടങ്ങണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം വീണ്ടും ഇന്ത്യ തള്ളി. മൂന്നാമതും പാകിസ്ഥാൻ കത്തയച്ചത് കൃഷിനാശ ഭീഷണിയിൽ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി നൽകിയിട്ട് ഇന്ന് 1 മാസം. കശ്മീരിന്റെ ആത്മാവിനെ തകർക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരെ നടന്ന സൈനിക നടപടിയും ഏറെ പ്രശംസനീയമാണ്. അക്രമങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് വിളിച്ചു പറയാൻ ഈ സൈനിക നടപടികൾക്കായി എന്നുള്ളതാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സൈനികർക്കും ആദരവോടുകൂടി നാം നന്ദി അർപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രശംസിച്ച് പെരുന്നാൾ പ്രസംഗത്തിൽ പാളയം ഇമാം. ഇന്ത്യയുടെ ഐക്യം തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന് VP സുഹൈബ് മൗലവി. ത്യാഗസ്മരണ പുതുക്കി ബലിപെരുന്നാൾ ആഘോഷം. ഈദ്ഗാഹുകൾ സന്ദർശിച്ച് നിലമ്പൂരിലെ സ്ഥാനാർത്ഥികൾ. സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ബലിപെരുന്നാളിന് നമ്മുടെയൊക്കെ ഒരു ആത്മസമർപ്പണത്തിന്റെ ഒരു വലിയ പ്രാർത്ഥന എല്ലാവരും ചെയ്യുന്നു എന്നതാണ്. ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും അചഞ്ചലമായ വിശ്വാസത്തിന്റെയും എല്ലാം പ്രതീകമായി ആഘോഷിക്കുന്നതാണ്.